ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രോഹിത്, ഇതെന്തോ കുഴപ്പാ? വല്യേച്ചി എന്തോ കൽപ്പിച്ചു കൂട്ടിയാ വാതിലടച്ചേക്കുന്നത്. അല്ല, വന്നപ്പോ മുതലേ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുക. രണ്ടുപേരുടെ മുഖത്ത് ഒരു തെളിച്ചുമില്ലായ്മയുണ്ട്. ഏതോ ഒരു മരണ വീട്ടിൽ പോയിട്ട് വന്നതുപോലെ എനിക്ക് തോന്നുന്നു. സത്യമ്മയ്ക്ക് വെറുതെ തോന്നുന്നത്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ശാരദാമ്മേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, എന്ത് പ്രശ്നം? ഇത്രയും ദൂരം ഓടി വന്നതല്ലേ, അതിന്റെ ഒരു ക്ഷീണം, അല്ലാതെ ഒന്നുമില്ല. ഞാനൊന്ന് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ഇന്നലത്തെ കളക്ഷൻ ഇന്ന് 1000 രൂപ കുറവ്. ഇന്നലെ ആ പണി സെറ്റിലേക്ക് 10-20 ഊണ് കൂടുതൽ പോയില്ലായിരുന്നോ? അങ്ങനെ ഒന്നിച്ചുള്ള ഓർഡർ വരണം, എങ്കിൽ പെട്ടിയിൽ കാശ് വീഴും. ഇതിപ്പോ കട നടത്തിക്കൊണ്ടു പോകേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമായി മാറിയിരിക്കുക. ആ, ഉന്തി തള്ളി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് വരെ നമുക്ക് കൊണ്ടുപോകാം. അല്ല, നേരെ ഒരുപാടായല്ലോ. ഇതുവരെ ജോലി തിരക്കി പോയ രോഹിത്തിനെ കണ്ടില്ലല്ലോ. ഇനി ജോലിയുടെ കാര്യം പറഞ്ഞ ആള് മുങ്ങിയതാണോ? അല്ല അല്ല, ഇവിടെ കൂട്ടിലടച്ച കിളിയെ പോലെ ഇരിക്കുവായിരുന്നല്ലോ. ശ്യാമേ, ഒരു ഓട്ടോ വരുന്നുണ്ട്. രോഹിത് ആകാനാ സാധ്യത. പോയ കാര്യം എന്തായി? ഈ പോക്ക് കൊണ്ട് വല്ല ഗുണമുണ്ടായോ? 1-2 പേരെ കണ്ടു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. എല്ലാവരും ആവശ്യപ്പെടുന്നത് എക്സ്പീരിയൻസാ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇവിടെ ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ കടയിലേക്ക് ആരെങ്കിലും സഹായത്തിന് വിളിച്ച എന്താ ആദ്യം ചോദിക്കുക? എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാന്നല്ലേ? അതുപോലെ തന്നെ എല്ലായിടത്തും. ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി എടുത്താലല്ലേ ആ ജോലിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഈ നടപ്പ് മാത്രമേ മിച്ചമുണ്ടാവുന്ന തോന്നുന്നേ. നമുക്ക് ശ്രമിക്കാന്നേ. കുറെ ശ്രമിച്ചാൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. ആ, അത് പറഞ്ഞില്ലല്ലോ. ഞാനിന്ന് പോകുന്ന വഴിക്ക് രാജീവിന്റെ ഒരു സുഹൃത്തിനെ കണ്ടായിരുന്നു. ആ, ശാരയ്ക്ക് അറിയാന്നാ പറഞ്ഞത്. കണ്ണൻ എന്നാ പേര് പറഞ്ഞത്. എനിക്കറിയാം കണ്ണനെ. രാജീവേട്ടന്റെ അടുത്ത സുഹൃത്താ. രാജീവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ രാജീവ് ആ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കൂടെ ലിവിങ് ടുഗദർ ആണെന്നോ, ശാരീരികമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള കല്യാണമാണെന്നും പറഞ്ഞു. ഏതാണ്ടെല്ലാം നിശ്ചയിച്ചുറപ്പിച്ച ശേഷമാ പുള്ളിക്കാരൻ കേസിന് പോകുന്നെന്നാ കണ്ണൻ പറഞ്ഞത്. പക്ഷെ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. കണ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം. ഏയ്, കാരണം രാജീവേട്ടൻ എന്തൊക്കെ ചെയ്യുന്നു കണ്ണന് കൃത്യമായിട്ട് അറിയാം. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ശ്യാമ ജീവിക്കണ്ടേ? വല്യേച്ചി, എനിക്കറിയില്ല. ഒരച്ഛനില്ലാത്ത കുഞ്ഞിനെ എനിക്കിനി വേണ്ട. വല്യേച്ചി, ശരിയെ വല്യേച്ചി, രോഹിത്തെ, വല്യേച്ചി, വാ പോയി നോക്കാം. വല്യേച്ചി, ശരിയെ വല്യേച്ചി, ശരിയെ
വല്യേച്ചി വാതിലോർക്ക്. വല്യേച്ചി വാതിലോർക്ക്. വല്യേച്ചി ശാരിക. വാതിലോർക്ക്. രോഹിത്തെ, വല്യേച്ചി വാതിലോർക്കുന്നില്ലല്ലോ. ശാരികേ, ശാരികേ, ചേച്ചി, വല്യേച്ചി, വല്യേച്ചി, ശാരിക, ശാരിക, വാതിൽ തുറക്കാൻ. വല്യേച്ചി. ശാരികേ, ഒരനക്കോ കേൾക്കുന്നില്ലല്ലോ. രോഹിത് എന്തിനാ ശാരിക ചേച്ചിയോട് രാജുവേട്ടന്റെ കാര്യം പറഞ്ഞ്? ഇവര് തമ്മിൽ വഴക്കിട്ടതാന്ന് നിങ്ങക്ക് അറിയാലോ. എന്നാലും ഇതൊക്കെ അറിയണ്ടല്ലേ? എന്ന് വെച്ച് വന്നുടനെ അങ്ങ് പറയണമായിരുന്നോ? വല്യേച്ചി വാതിലോർക്ക്. വാതിലോർക്ക് വല്യേച്ചി. ശാരിക, വല്യേച്ചി. ശാരികേ, ആളുകൾ അതും ഇതും പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. കൃത്യമായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല. രോഹിത്, ഇതെന്തോ കുഴപ്പാ? വല്യേച്ചി എന്തോ കൽപ്പിച്ചു കൂട്ടിയാ വാതിലടച്ചേക്കുന്നെ. വല്യേച്ചി, ശാരികേ, വല്യേച്ചി, ശാരിക. ഞങ്ങള് ചതിക്കല്ലോ വല്യേച്ചി. ഇറങ്ങ്. ഇങ്ങോട്ട് ഇറങ്ങ്. എന്താ വല്യേച്ചി ഇതൊക്കെ? എന്തിനാ ഇങ്ങനെ കാണിക്കാൻ പോയെ? ഇനി എന്തിനാ ശ്യാമേ ഞാനും എന്റെ ഈ കുഞ്ഞിവിടെ ജീവിക്കുന്നത്? ആർക്കും വേണ്ടാത്ത ഒരു അനാഥ പ്രേതങ്ങളെ പോലെ ഞങ്ങൾ എന്തിനാ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടി? വല്യേച്ചി, ഇങ്ങനെയൊന്നും പറയല്ലേ. ഇത്രയും നാള് വല്യേച്ചി ജീവിച്ചത് ആർക്ക് വേണ്ടിയാ? അതുപോലെ തന്നെ ഇനിയും ജീവിക്കണം. ശാരികേ, വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇനി ഇങ്ങനൊന്നും കാണിക്കരുത്. ശാരികയ്ക്ക് മറ്റുള്ളവരെക്കാൾ മനക്കെട്ടി ഉണ്ടെന്നാ ഞാൻ കരുതിയേ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. മനക്കെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ബലത്തില് ഞാൻ ഇത്രയും നാളും പിടിച്ചു നിന്നത്. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ? ഇവിടെ ആരുണ്ട് എനിക്ക് കൂട്ടിന്? ശാലിയുടെ വീട്ടിൽ ഒരു ആവശ്യം വന്നപ്പോ അമ്മ വരെ അങ്ങോട്ട് പോയി. ഇനി ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ തന്നെ അതിനെ ആര് വളർത്തും? എനിക്ക് ഒറ്റയ്ക്ക് വളർത്താൻ പറ്റുമോ? വല്യേച്ചി, ദേ, മോളാണെങ്കിലും മോനാണെങ്കിലും ഞങ്ങളുടെ രണ്ടിന്റെ സ്വന്തം കുഞ്ഞായിട്ട് ഞങ്ങൾ വളർത്തും. ഞങ്ങള് പപ്പയെ വളർത്തിയില്ലേ? ദേ, അതുപോലെ ഞങ്ങള് വല്യേച്ചിയുടെ കുഞ്ഞിനെ വളർത്തി വലുതാക്കും. ദൈവം ഞങ്ങൾക്ക് ചിലപ്പോ അതായിരിക്കും വിധിച്ചിരിക്കുക, മറ്റുള്ളവരുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്താൻ. ഞങ്ങൾ വളർത്തിക്കോളാം ശാരികേ, ഒരു പരിഭവം പറയാതെ ഞങ്ങൾ വളർത്തിക്കോളാം. പക്ഷേ ഇപ്പൊ ഈ കാണിച്ച ബുദ്ധിമോശം അതിനി കാണിക്കരുത്. ദേ, പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങളുണ്ട് വല്യേച്ചിയുടെ കൂടെ. ഉണ്ടാകും, പോരെ? ഈശ്വര, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജന്മം തന്നത്?